വെൽക്കം ടു എക്കണോമി സ്റ്റഡിബിൾസ്. ഇന്ന് ഒരു കറണ്ട് അഫെയർ ക്ലാസ്സുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. എല്ലാവരും ഒരു വാർത്ത അറിഞ്ഞു കാണും അല്ലേ? നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഡിസംബർ 26 രാത്രി അന്തരിച്ച വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അദ്ദേഹത്തെ കൂടുതലായിട്ട് അറിയാം എന്താണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നൊരു പദവിയിലാണ്. പക്ഷേ അതിലുപരി ഒത്തിരി സംഭാവനകൾ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പേര് കേട്ട എക്കണോമിസ്റ്റാണ്, റീഫോർമറാണ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്സ്മാൻ എന്ന പദവികളൊക്കെ അംഗീകരിച്ച ഒരു മഹത് വ്യക്തിത്വത്തിന് ഉടമയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം. അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ പറയുകയാണെങ്കിൽ 1932 സെപ്റ്റംബർ 22 ഇന്നത്തെ പാകിസ്ഥാനിലെ ഗാഹ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. നമുക്കറിയാം അല്ലേ, 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ വിഭജനമൊക്കെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇന്ത്യയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബിരുദം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത്. പിന്നെ അദ്ദേഹം മാസ്റ്റർ ഡിഗ്രി എടുത്തത് എവിടെ നിന്നാണ്? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. പിന്നെ അദ്ദേഹം PhD നേടിയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1962 അദ്ദേഹം ഒരു PhDക്കൊന്നല്ല, ഏകദേശം 13 PhDക്കെങ്കിലും ഉടമയാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ആ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറും എക്കണോമിസ്റ്റായിട്ടും ബ്യൂറോക്രാറ്റായിട്ടൊക്കെ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത്, അല്ലെങ്കിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണത് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായിട്ടാണ്. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ പൊസിഷൻ എന്ന് പറയുകയാണെങ്കിൽ 1972 ഇന്ത്യൻ ബ്യൂറോക്രസി ചീഫ് എക്കണോമിക് അഡ്വൈസറായിരുന്നു. പിന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 15ാമത്തെ ഗവർണറായിരുന്നു. അതായത് 1982-85 പീരീഡിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിരുന്നു, 15ാമത്തെ ഗവർണറായിരുന്നു. പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു. 1985-87 കാലഘട്ടത്തിലെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ്റെ. അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു എന്ന് 1991 പീരീഡിൽ. ഇനി പ്രധാനമായിട്ടും എക്കണോമിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും നന്നായി ഓർത്തിരിക്കേണ്ട വസ്തുതയാണ് എന്ത്? 1991 എക്കണോമിക് റീഫോംസ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തെല്ലാമെന്ന് നോക്കാം. അദ്ദേഹത്തെ ആണ് 1991 എക്കണോമിക് റീഫോംസിൻ്റെ ശില്പിയായിട്ട് കണക്കാക്കുന്നത് ആരെയാണ്? ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ്. അതായത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന PV നരസിംഹറാവു അപ്പോയിൻറ്റ് ചെയ്തു? ധനകാര്യമന്ത്രിയായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗിനെ അപ്പോയിൻറ്റ് ചെയ്തു. അദ്ദേഹമാണ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ്, അതായത് എക്കണോമിക് റീഫോംസിനുള്ള പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയത് മൻമോഹൻ സിംഗ് ആയിരുന്നു. പ്രധാനപ്പെട്ട എക്കണോമിക് റീഫോംസ് എന്തായിരുന്നു? ലിബറലൈസേഷൻ, അതായത് പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെയാണ് എക്കണോമിക് റീഫോംസ്. ഇന്ത്യൻ ഇക്കോണമിയിൽ ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ കൊണ്ടുവന്നത് ആരാണ്? മൻമോഹൻ സിംഗിൻ്റെ ആ എക്കണോമിക് റീഫോംസിൻ്റെ ഭാഗമായിട്ടുള്ള സംഭാവനകളിലൂടെയാണ്. അതിലെന്താണ്? ഓപ്പൺ മാർക്കറ്റ് ടു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ടാക്സും ട്രേഡ് റീഫോംസും ഒക്കെ എന്താണ്? ഈ എക്കണോമിക് റീഫോംസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇനി അടുത്തതായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർക്കുന്ന കാര്യം എന്താണ്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നുള്ള കാര്യമാണ് അല്ലേ? എല്ലാവരും പെട്ടെന്ന് ഓർക്കുക. ആരും RBI ഗവർണറായിരുന്നുവെന്നോ UGC ചെയർമാൻ ആയിരുന്നെന്നോ, അതേപോലെ തന്നെ 1991 റീഫോംസിലെ ഇമ്പോർട്ടൻ്റ് സംഭാവന അദ്ദേഹത്തിൻ്റെ ആണെന്നൊന്നും ഓർക്കില്ല. എല്ലാവർക്കും പെട്ടെന്ന് ഓടി വരിക എന്താണ്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരുന്നു എന്നാണ്. 2004 അദ്ദേഹം ഇന്ത്യയുടെ 13ാമത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് അധികാരത്തിലെത്തുന്നത്. അദ്ദേഹം ഇപ്പോഴും എന്താണ്? പാർലമെൻറ്റ് അംഗമാണ്. പക്ഷേ അദ്ദേഹം ലോകസഭയിലല്ല മത്സരിച്ചിട്ടുള്ളത്. 1991 തുടങ്ങി 2024, അതായത് ഇതുവരെ അദ്ദേഹം എന്താണ്? രാജ്യസഭാ അംഗമായിട്ടാണ് പാർലമെൻറ്റിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ 1991 തുടങ്ങി
2019 പീരീഡ് വരെ അദ്ദേഹം എവിടെത്തിയായിരുന്നു? അസാമിലത്തെ രാജ്യസഭാ അംഗമായിട്ടാണ് പാർലമെൻറ്റിൽ എത്തിയിട്ടുള്ളത്. അതായത് പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം എവിടെത്തിയായിരുന്നു? അസാമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിട്ടാണ് പാർലമെൻറ്റിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോഴോ 2024 അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിട്ടാണ് പാർലമെൻറ്റിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ആലോചിക്കുക, പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അസാമിൽ നിന്നുള്ള രാജ്യസഭാ അംഗവും ഇപ്പോൾ മരണപ്പെടുന്ന സമയത്തും ആരാണ്? രാജ്യസഭാ അംഗമാണ്. എവിടെ നിന്നാണ്? രാജസ്ഥാനിൽ നിന്നുള്ളത് ആലോചിക്കുക. പിന്നെ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒപ്പുവെച്ച ഒരു കരാറാണ് എന്ത്? ഇന്ത്യയും US തമ്മിലുള്ള സിവിൽ ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്തത് ആരാണ്? പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. പിന്നെ ലെഡ് ഡ്യൂറിങ് ദ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് 2008 എൻഷുറിങ് എക്കണോമിക് സ്റ്റെബിലിറ്റി. അല്ലേ, നമ്മളെല്ലാവരും ഈ അടുത്ത് അറിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് പഠിക്കുമ്പോൾ ഏതാണ്? 2008 2008 അനുഭവപ്പെട്ട ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് പഠിക്കുക. അതിന് മുമ്പ് 1929 ഫിനാൻഷ്യൽ ക്രൈസിസ് എക്കണോമിക്സ് നമ്മൾ പഠിക്കുമ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നും പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള ടൈമിൽ മോഡേൺ ടൈംസിൽ ചോദിച്ചു കഴിഞ്ഞാൽ 2008 ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്തിരുന്നു. ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇനി അടുത്തത് മേജർ റീഫോംസ്, അതായത് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടിരിക്കെ കൊണ്ടുവന്ന കുറച്ച് നിയമങ്ങളും കുറച്ച് ആക്ട്സും ഒക്കെ നമുക്ക് നോക്കാം. അദ്ദേഹം കണ്ടുല്ലേ, ആർക്കിടെക്റ്റ് ആണ് എന്തിൻ്റെ? ലിബറലൈസേഷൻ, അതായത് എക്കണോമിക് റീഫോംസ് കൊണ്ടുവന്നതിൻ്റെ ശില്പിയായിട്ടാണ് ആരെ കണക്കാക്കുന്നത്? മൻമോഹൻ സിംഗിനെ. അപ്പോൾ 1991 എക്കണോമിക് റീഫോംസ് വന്നതിൽ മെയിനായിട്ട് എടുത്ത് പറയണതാണ് എന്ത്? ലിബറലൈസേഷൻ. പിന്നെന്താണ്? 1991 തന്നെ ലൈസൻസ് രാജ്, അതായത് ലിബറലൈസേഷൻ വരുമ്പോൾ എന്താണ്? എല്ലാവർക്കും എക്കോണമിയിൽ എൻ്റർ ചെയ്യാനും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും, അപ്പോൾ കുറേ ലൈസൻസ് രാജുകൾ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞു. അതാണ് എന്ത്? 1991 ലൈസൻസ് രാജ് അത് നിർത്തലാക്കിയത്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും വളരെയേറെ വാഴ്ത്തിപ്പാടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒത്തിരി ഉപകാരം നൽകുന്ന ഒരു സോഷ്യൽ വെൽഫെയർ സ്കീമായിട്ടുള്ള എന്താണ്? മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അത് ആരംഭിച്ചത് ആരുടെ കാലഘട്ടത്താണ്? ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലാണ്. 2005 എന്ത്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2005. അതുപോലെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 നിലവിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം വന്നപ്പോഴത്തേയും പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ ഈ റീഫോംസും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി വരുന്ന എക്സാംസിനൊക്കെ എന്തായാലും ഇതിൽ നിന്ന് ഒരു CA ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തതാണ് അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് എന്താണ്? അദ്ദേഹത്തിന് ഒത്തിരി അവാർഡുകളും മറ്റും കിട്ടിയിട്ടുണ്ട്. അതെന്തെല്ലാമെന്ന് നോക്കാം. 1987 രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. അതുപോലെ 1993-1994 പീരീഡിൽ ഏഷ്യ മണി അവാർഡ് ഫോർ ബെസ്റ്റ് ഫിനാൻസ് മിനിസ്റ്ററിനുള്ള ഏഷ്യ മണി അവാർഡ് കിട്ടി. അതേപോലെ 1993 യൂറോ മണി അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ അവാർഡൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡോക്ടർ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമുക്ക് നൽകിയ ഒത്തിരി സംഭാവനകളെക്കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്